ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ വർത്താനമൊന്നുമില്ല, എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ 5000 മീറ്ററിൽ 10 വർഷം പഴക്കമുള്ള ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് തകർത്ത് സ്വർണം നേടിയ ഇന്ത്യൻ താരം. ചോദ്യം ഒന്നുകൂടി, ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ 5000 മീറ്ററിൽ 10 വർഷം പഴക്കമുള്ള ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് തകർത്ത് സ്വർണം നേടിയ ഇന്ത്യൻ താരം ഗുർവീർ സിംഗ് ആണ് ആ ഒരു ചാമ്പ്യൻ. 2025 മാർച്ചോടെ 1000 കോടി മൂല്യത്തിലെത്തിയ റിസർവ് ബാങ്കിൻ്റെ ഡിജിറ്റൽ കറൻസി. 2025 മാർച്ചോടെ 1000 കോടി മൂല്യത്തിലെത്തിയ റിസർവ് ബാങ്കിൻ്റെ ഡിജിറ്റൽ കറൻസി റുപ്പിയാണ്. 2025 മാർച്ചോടെ 1000 കോടി മൂല്യത്തിലെത്തിയ റിസർവ് ബാങ്കിൻ്റെ ഡിജിറ്റൽ കറൻസിയാണ് റുപ്പി. ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ്? പ്രൊഫസർ എ ബിജുകുമാറാണ്. ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തി പ്രൊഫസർ എ ബിജുകുമാറാണ്. നാലാമത്തെ ചോദ്യം, 3 പുതിയ ജസ്റ്റിസുമാർ കൂടി അധികാരമേറ്റതോടെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ അംഗബലം. 3 പുതിയ ജസ്റ്റിസുമാർ കൂടി അധികാരമേറ്റതോടെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ അംഗബലം എത്രയാണ്? 34 ആണ്. എത്രയാണ്? 34 ആണ്. അഞ്ചാമത്തെ ചോദ്യം, ചരിത്രത്തിലാദ്യമായി പൂനെ ആസ്ഥാനമായ നാഷണൽ അക്കാഡമി ഓഫ് ഡിഫൻസിൽ പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ വനിതാ കേഡറ്റുമാരുടെ എണ്ണം 17 പേരാണ്. അപ്പോൾ ചരിത്രത്തിലാദ്യമായിട്ട് പൂനെ ആസ്ഥാനമായ നാഷണൽ അക്കാഡമി ഓഫ് ഡിഫൻസിൽ, അതായത് നമ്മുടെ NDAയിൽ പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ വനിതാ കേഡറ്റുമാരുടെ എണ്ണം എത്രയാണ്? 17 എണ്ണമാണ്. ആറാമത്തെ ചോദ്യം, സ്വിസ് ആൽപ്സിലെ ബർജ് ഹിമാനി വീണ് നാമാവശേഷമായ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ജങ്ഫ്രൗ അലഡ്ജ്ഡ് സംരക്ഷിത പ്രദേശം ഉൾപ്പെടുന്ന സ്വിസ് ഗ്രാമം. അപ്പോൾ സ്വിസ് ആൽപ്സിലെ ബർജ് ഹിമാനി വീണ് നാമാവശേഷമായ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ജങ്ഫ്രൗ അലഡ്ജ്ഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ ഉൾപ്പെടുന്ന സ്വിസ് ഗ്രാമം ഏതാണ്? ബ്ലാറ്റനാണ് ആ ഒരു ഗ്രാമം. തുടർച്ചയായി 8 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡിന് അർഹനായത് നമ്മുടെ നിർമ്മല സീതാരാമനാണ്. അപ്പോൾ ഏഴാമത്തെ ചോദ്യം, തുടർച്ചയായി 8 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡിന് അർഹയായത് നിർമ്മല സീതാരാമൻ. എട്ടാമത്തെ ചോദ്യം, കൂടംകുളം ആണവോർജ പദ്ധതിക്കായി ന്യൂക്ലിയർ വെസലുകൾ അയക്കുന്ന രാജ്യം. കൂടംകുളം ആണവ പദ്ധതിക്കായിട്ട് ന്യൂക്ലിയർ വെസലുകൾ അയക്കുന്ന രാജ്യം റഷ്യയാണ്. കൂടംകുളം ആണവ പദ്ധതിക്കായിട്ട് ന്യൂക്ലിയർ വെസലുകൾ അയക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഒൻപതാമത്തെ ചോദ്യം, ആകാശത്ത് വ്യോമസേനാ ഹെലികോപ്റ്ററും യാത്രാ വിമാനവും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഏത് രാജ്യത്താണ്? ആകാശത്ത് വ്യോമസേനാ ഹെലികോപ്റ്ററും യാത്രാ വിമാനവും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഏത് രാജ്യത്താണ്? അമേരിക്കയിലാണ് അങ്ങനെ അപകടം ഉണ്ടായത്. പത്താമത്തെ ചോദ്യം, ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായി സ്വർണം നേടിയ വനിത. ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായിട്ട് സ്വർണം നേടിയ വനിത ആരാണ്? ഹർഷിത ജയറാമാണ്. അപ്പോൾ ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായിട്ട് സ്വർണം നേടിയ വനിത ആരാണ്? ഹർഷിത ജയറാമാണ്. 11ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയ വിമാനത്താവളം ഏതാണ്? ദുബായ് വിമാനത്താവളമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത് ദുബായ് വിമാനത്താവളം. 12ാമത്തെ ചോദ്യം, ഓങ്കോസെർസിയസിസ് എന്ന പൊതുജന്യാരോഗ്യ പ്രശ്നം ഇല്ലാതാക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമേത്? ഓങ്കോസെർസിയസിസ് എന്ന പൊതുജന്യാരോഗ്യ പ്രശ്നം ഇല്ലാതാക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? നൈജറാണ്. ഏതാണ്? നൈജറാണ് ഓങ്കോസെർസിയസ് എന്ന പൊതുജനാരോഗ്യ പ്രശ്നം ഇല്ലാതാക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം.
13ാമത്തെ ചോദ്യം 2025 ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത്. 2025 ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് സുഫ്ന ജാസ്മിനാണ്. അപ്പോൾ 13ാമത്തെ ചോദ്യം 2025 ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയതാരാണ്? സുഫ്ന ജാസ്മിനാണ്. 14ാമത്തെ ചോദ്യം 2025 ജനുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. 14ാമത്തെ ചോദ്യമാണ് 2025 ജനുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? നവീൻ ചൗളയാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. 2025 ജനുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? നവീൻ ചൗള. 15ാമത്തെ ചോദ്യം 2025 ജനുവരിയിൽ ധനമന്ത്രാലയത്തിലെ റവന്യൂ സെക്രട്ടറിയായി നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെയാണ്. അപ്പോൾ 2025 ജനുവരിയിൽ ധനമന്ത്രാലയത്തിലെ റവന്യൂ സെക്രട്ടറിയായി നിയമിതനായതാരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. 16ാമത്തെ ചോദ്യം 2025 ജനുവരിയിൽ വെനസ്വേലയുടെ പ്രസിഡന്റായി അധികാരമേറ്റത്. ചോദ്യം ഒന്നുകൂടി, 2025 ജനുവരിയിൽ വെനസ്വേലയുടെ പ്രസിഡന്റായിട്ട് അധികാരമേറ്റത് നിക്കോളാസ് മദുറോയാണ്. അപ്പോൾ വെനസ്വേലയുടെ പ്രസിഡന്റ് ആരാണ്? നിക്കോളാസ് മദുറോയാണ്. 17ാമത്തെ ചോദ്യം കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളി ആരാണ്? അപ്പോൾ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളി ആരാണ്? സഞ്ജയൻ കുമാറാണ്. അപ്പോൾ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറൽ ആരാണ്? ഒരു മലയാളിയാണ്, സഞ്ജയൻ കുമാറാണ്. 18ാമത്തെ ചോദ്യം 2025 ജനുവരിയിൽ പുതിയ BCCI സെക്രട്ടറിയായി നിയമിതയായത്. 2025 ജനുവരിയിൽ പുതിയ BCCI സെക്രട്ടറിയായിട്ട് നിയമിതനായ വ്യക്തി ദേവജിത്ത് സൈക്കിയാണ്. അപ്പോൾ 2025 ജനുവരിയിൽ പുതിയ BCCI സെക്രട്ടറിയായി നിയമിതനായതാരാണ്? ദേവജിത്ത് സൈക്കിയ. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യമാണ് 2025 ജനുവരിയിൽ ക്രൊയേഷ്യയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 ജനുവരിയിൽ ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൊറൻ മിലനോവിച്ചാണ്. അപ്പോൾ 2025 ക്രൊയേഷ്യയുടെ പ്രസിഡന്റ് ആരാണ്? സൊറൻ മിലനോവിച്ചാണ്. അടുത്ത ചോദ്യം 2025 ജനുവരിയിൽ ലബനൻ്റെ പ്രധാനമന്ത്രിയായത്. അപ്പോൾ ഇപ്പോഴത്തെ ലബനൻ്റെ പ്രധാനമന്ത്രി ആരാണ്? നവാഫ് സലാമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ലബനൻ്റെ പ്രധാനമന്ത്രി ആരാണ്? നവാഫ് സലാമാണ്. 21ാമത്തെ ചോദ്യം BCCI ഓംബുഡ്സ്മാനായി നിയമിതനായ വ്യക്തി ജസ്റ്റിസ് അരുൺ മിശ്രയാണ്. അപ്പോൾ 2025 BCCI ഓംബുഡ്സ്മാനായിട്ട് നിയമിതനായതാരാണ്? അരുൺ മിശ്രയാണ്. ഒന്നുകൂടി, BCCI ഓംബുഡ്സ്മാൻ ഇപ്പോഴത്തെ നിലവിലെ ആരാണ്? ജസ്റ്റിസ് അരുൺ മിശ്ര. 22ാമത്തെ ചോദ്യം 2025 ജനുവരിയിൽ മിസോറാമിൻ്റെ ഗവർണറായി നിയമിതനായത്. 2025 ജനുവരിയിൽ മിസോറാമിൻ്റെ ഗവർണറായി നിയമിതനായത് വിജയ് കുമാർ സിംഗ് ആണ്. അപ്പോൾ 2025 ജനുവരിയിൽ മിസോറാമിൻ്റെ ഗവർണറായി നിയമിതനായതാരാണ്? വിജയ് കുമാർ സിംഗ് ആണ്. അടുത്ത 23ാമത്തെ ചോദ്യമാണ് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിനിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ. ചോദ്യം ഒന്നുകൂടി, ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിനിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യറാണ്. അടുത്ത ചോദ്യം 2025 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത്. ഇപ്പോൾ 2025 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് നമ്മുടെ കേരളമാണ് സ്വർണം നേടിയത്. അടുത്ത 25ാമത്തെ ചോദ്യം ഉത്തരേന്ത്യയിലെ ആദ്യത്തെ 1 മെഗാവാട്ട്
ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത്? ഉത്തരേന്ത്യയിലെ ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് നിലവിൽ വരുന്നത്. 26ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത്? സംസ്ഥാനത്തെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിലാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്ന എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിലാണ്. 27ാമത്തെ ചോദ്യം, ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര വേദി. അപ്പോൾ ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര വേദി ഏതാണ്? ഇപ്കയാണ്. ഏതാണ്? ഇപ്കയാണ്. ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ആണ് ഇപ്കയുടെ ഫുൾ ഫോം. അടുത്ത 28ാമത്തെ ചോദ്യം, 2025 ന്യൂസിലൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം? 2025 ന്യൂസിലൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം മൗണ്ട് താരാനാക്കിയാണ്. ഇപ്പോൾ 2025 ന്യൂസിലൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം ഏതാണ്? മൗണ്ട് താരാനാക്കി. അടുത്ത 29ാമത്തെ ചോദ്യം, നെൽ കർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റി? നെൽ കർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റി VK ബേബി കമ്മിറ്റിയാണ്. അപ്പോൾ നെൽ കർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? VK ബേബി കമ്മിറ്റി. അടുത്ത ചോദ്യം 30ാമത്തെ ചോദ്യമാണ്, ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചത്? ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചത് ഗുണേരി ഗ്രാമത്തിലെ ഉൾനാടൻ കണ്ടൽക്കാടുകളാണ്. നമ്മുടെ കച്ച് ജില്ലയിലാണ്. അപ്പോൾ ഗുജറാത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചത് എവിടെയാണ്? ഗുണേരി ഗ്രാമത്തിലെ ഉൾനാടൻ കണ്ടൽക്കാടുകളാണ്, കച്ച് ജില്ലയിലാണ്. 31ാമത്തെ ചോദ്യം, 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത 32ാമത്തെ ചോദ്യമാണ്, ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ KSRTC ആരംഭിച്ച ഡബിൾ ഡെക്കർ ബസ് ഏതാണ്? റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സാണ്. ആ ബസ്സിൻ്റെ പേരാണ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ KSRTC ആരംഭിച്ച ഡബിൾ ഡെക്കർ ബസ് ഏതാണ്? അത് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സാണ്. അടുത്ത 33ാമത്തെ ചോദ്യമാണ്, പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതൊക്കെയാണ്? കോഴിക്കോട് കാപ്പാട് ബീച്ച്, കണ്ണൂരിലെ അഴീക്കോട് ചാൽ ബീച്ച്. അപ്പോൾ 33ാമത്തെ ചോദ്യമാണ്, പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ജനുവരിയിൽ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതൊക്കെയാണ്? കോഴിക്കോട് ബീച്ചും വേറെ ഏതാണ്? അഴീക്കോട് ബീച്ച്. അടുത്ത 34ാമത്തെ ചോദ്യം, 2024 ഡിസംബറിലെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില അതായത് 37.4 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ എവിടെയാണ്? അത് കണ്ണൂർ വിമാനത്താവളത്തിലാണ്. അപ്പോൾ 2024 ഡിസംബറിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ എവിടെയാണ്? കണ്ണൂർ വിമാനത്താവളത്തിലാണ് രേഖപ്പെടുത്തിയത്. അടുത്ത 35ാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ രാജിവെച്ച നിലമ്പൂരിൽ നിന്നുള്ള നിയമസഭാംഗം ആരാണ്? നമുക്കറിയാം, PV അൻവറാണ്. 2025 ജനുവരിയിൽ രാജിവെച്ച നിലമ്പൂരിൽ നിന്നുള്ള നിയമസഭാംഗമാരാണ്? PV അൻവറാണ്. അടുത്ത് 36ാമത്തെ ചോദ്യം, നമ്മുടെ 2023 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത്?
നമ്മുടെ കണ്ണൂരിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. 2023 ഒരു സംശയമാണ്. 2023 2025 ഡൗട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് ഏത് പോലീസ് സ്റ്റേഷനാണ്? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. അടുത്ത 37ാമത്തെ ചോദ്യം, പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അപ്പോൾ പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ കേരളമാണ്. 38ാമത്തെ ചോദ്യം, പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഗോത്ര ജീവികയാണ്. അപ്പോൾ പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഗോത്ര ജീവികയാണ്. അപ്പോൾ നമ്മുടെ ഈ പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ PSC പദ്ധതിയിൽ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അടുത്ത 39ാമത്തെ ചോദ്യമാണ്, 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി. അപ്പോൾ 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? കൃഷ്ണലാൽ ഛദ്ദയാണ്. അപ്പോൾ 39ാമത്തെ ചോദ്യമാണ്, 2025 മാർച്ചിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? കൃഷ്ണലാൽ ഛദ്ദ, കാർഷിക ശാസ്ത്രജ്ഞനാണ്. അടുത്ത 40ാമത്തെ ചോദ്യം, ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള സംയുക്ത സൈനിക അഭ്യാസം ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെൻ്റ് എന്നാണ്. അപ്പോൾ ഇന്ത്യൻ നേവിയും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള സംയുക്ത സൈനികാഭ്യാസം ഏതാണ്? ആൽക്കെയിമാണ്. ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെൻറ്റ്. അടുത്ത 41ാമത്തെ ചോദ്യം, മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല. അപ്പോൾ മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ഏതാണ്? പത്മജ നായിഡു സുവോളജിക്കൽ പാർക്കാണ്. ഏത് മൃഗശാലയാണ്? പത്മജ നായിഡു സുവോളജിക്കൽ പാർക്കാണ്. അടുത്ത 42ാമത്തെ ചോദ്യം, വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് നിർബന്ധമാക്കുന്ന ആദ്യത്തെ സർവകലാശാല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് നിർബന്ധമാക്കുന്ന ആദ്യത്തെ സർവകലാശാല ഏതാണ്? കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് നിർബന്ധമാക്കുന്ന ആദ്യത്തെ സർവകലാശാല ഏതാണ്? കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. 43ാമത്തെ ചോദ്യം, ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി. അപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഇൻസ്പയർ ആണ്. ഇൻസ്പയർ ആണ്. ഇപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് കുടുംബശ്രീ യുണൈറ്റഡ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസും കൂടിയിട്ട് സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഇൻസ്പയർ ആണ്. അടുത്ത 44ാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജമ്മു കാശ്മീരിലെ തുരങ്കം ഏതാണ്? സോനാമാർഗ് തുരങ്കമാണ്. അപ്പോൾ 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജമ്മു കാശ്മീരിലെ തുരങ്കം ഏതാണ്? സോനാമാർഗ് തുരങ്കമാണ്. 45ാമത്തെ ചോദ്യം, 2025 ജനുവരി 15 സ്ഥാപിതമായതിൻ്റെ 150 വർഷം പൂർത്തിയാക്കിയ വകുപ്പ് ഏതാണ്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. അപ്പോൾ 2025 ജനുവരി 15 സ്ഥാപിതമായതിൻ്റെ 150 വർഷം പൂർത്തിയാക്കിയ വകുപ്പ് ഏതാണ്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. 46ാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ നിലവിൽ വന്ന ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം. 2025 ജനുവരിയിൽ നിലവിൽ വന്ന ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തെലുങ്കാനയിലെ നിസാമാബാദിലാണ്. മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തെലുങ്കാനയിലെ നിസാമാബാദിലാണ്.
47-ാമത്തെ ചോദ്യം, സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം. അത് എൻറ്റിറ്റി ലോക്കറാണ്. നമ്മുടെ ഡിജി ലോക്കർ പോലെയുള്ള ഒരു ഓപ്ഷനാണ് എൻറ്റിറ്റി ലോക്കർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം ഏതാണ്? എൻറ്റിറ്റി ലോക്കറാണ്. 48-ാമത്തെ ചോദ്യമാണ്, കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നത്. കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം എവിടെ നിലവിൽ വന്നു? പശ്ചിമ ബംഗാളിലെ പുരുളിയ എന്ന സ്ഥലത്താണ് നിലവിൽ വന്നത്. അപ്പോൾ കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം എവിടെ വന്നു? പശ്ചിമ ബംഗാളിലെ പുരുളിയയിലാണ് നിലവിൽ വന്നത്. അടുത്ത 49-ാമത്തെ ചോദ്യമാണ്, സ്കൂൾ കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് നൽകുന്നതിനായി ശിക്ഷാ സഞ്ജീവനി ബീമാ യോജന ആരംഭിച്ച സംസ്ഥാനം ഏത്? അപ്പോൾ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് നൽകുന്നതിനായിട്ട് ശിക്ഷാ സഞ്ജീവനി ബീമാ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാൻ സംസ്ഥാനമാണ്. ഇതൊക്കെ നമ്മുടെ പദ്ധതികളും കാര്യങ്ങളൊക്കെ ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് നൽകുന്നതിനായിട്ട് ശിക്ഷാ സഞ്ജീവനി ബീമാ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അടുത്ത നമ്മുടെ 50-ാമത്തെ ചോദ്യമാണ്, പുതിയ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയറക്ടർ ആരാണ്? സുമൻ കുമാറാണ്. അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഡയറക്ടർ ആരാണ്? സുമൻ കുമാറാണ്. 51-ാമത്തെ ചോദ്യം, പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തുവിട്ട റീക്ലൈമറ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം 1993-2002 അളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും ബാധിച്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 6-ാം സ്ഥാനമാണ്. അപ്പോൾ പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2028 പുറത്തുവിട്ട റീക്ലൈമറ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം 1993 മുതൽ 2002 വരെയുള്ള ആ ഒരു സമയത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 6-ാം സ്ഥാനമാണ്. അടുത്ത 52-ാമത്തെ ചോദ്യമാണ്, 2024 NSCI സേഫ്റ്റി അവാർഡുകളിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം നേടിയ വിമാനത്താവളം അല്ലെങ്കിൽ ഗോൾഡൻ ട്രോഫി നേടിയ വിമാനത്താവളം ഏതാണ്? ഗോവയിലെ മോപ്പ വിമാനത്താവളമാണ്. അപ്പോൾ 2024 NSCI സേഫ്റ്റി അവാർഡുകളിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം അല്ലെങ്കിൽ ഗോൾഡൻ ട്രോഫി നേടിയ വിമാനത്താവളം ഏതാണ്? നമ്മുടെ ഗോവയിലെ മോപ്പ വിമാനത്താവളമാണ്. 53-ാമത്തെ ചോദ്യമമാണ്, ലോകസഭാ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിൽ നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം എത്ര? നമ്മുടെ രാജ്യസഭാ സീറ്റുകൾ കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോകസഭാ മണ്ഡല പുനർവിഭജനത്തിന് കേരളത്തിൽ നിന്ന് നഷ്ടമാകുന്ന സീറ്റുകൾ എത്രയാണ്? 2 സീറ്റുകളാണ് നമ്മുടെ കേരളത്തിൽ ലോക്സഭാ മണ്ഡല സീറ്റുകൾ നഷ്ടമാകുന്നത്. എത്രയാണ്? 2 എണ്ണമാണ്. അടുത്ത 54-ാമത്തെ ചോദ്യം, 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനുമായ വ്യക്തി ബോറിസ് സ്പാസിയാണ്. അപ്പോൾ ഒരു ചെസ് ചാമ്പ്യനാണ് ആരാണ്? ബോറിസ് സ്പാസി. സോവിയറ്റ് ചെസ് താരമാണ് ആര്? ബോറിസ് സ്പാസി എന്ന് പറയുന്നത്. 55-ാമത്തെ ചോദ്യം, DRDO അടുത്തിടെ പരീക്ഷിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ലോഞ്ച്ഡ് ആൻറ്റി ഷിപ്പ് മിസൈൽ സിസ്റ്റത്തിൻ്റെ പേര്. ചോദ്യം ഒന്നുകൂടി, DRDO അടുത്തിടെ പരീക്ഷിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ലോഞ്ച്ഡ് ആൻറ്റി ഷിപ്പ് മിസൈൽ സിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? നേവൽ ആൻറ്റി ഷിപ്പ് മിസൈലാണ്. NASM-SR ആണ്. അപ്പോൾ നേവൽ ആൻറ്റി ഷിപ്പ് മിസൈലാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. അടുത്ത 56-ാമത്തെ ചോദ്യമാണ്, 31-ാം തവണയും എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് തിരുത്തിയത് നമുക്കറിയാം ആരാണ്? കാമി റീത്തയാണ്. ഇപ്പോൾ 31-ാം തവണയും എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് പിന്നെയും തിരുത്തിയ ആരാണ്? കാമി റീത്തയാണ്. 57-ാമത്തെ ചോദ്യം, ഒരു പ്രദേശത്തെ മൊത്തമായി സൂചിപ്പിക്കുന്ന പിൻകോഡിന് പകരം നിലവിൽ വന്ന 4 മീറ്റർ വീതം നീളവും വീതിയുമുള്ള ഓരോ ചതുരക്കളത്തിനും 10 ഡിജിറ്റുള്ള ആൽഫ ന്യൂമറിക് കോഡ് അടങ്ങുന്ന സംവിധാനം എന്താണ്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ എന്താണ്? നമ്മുടെ ഡിജി പിന്നാണ്. അപ്പോൾ ഒരു പ്രദേശത്തെ മൊത്തമായി സൂചിപ്പിക്കുന്ന പിൻകോഡിന് പകരം നിലവിൽ വന്ന 4 മീറ്റർ വീതം നീളവും വീതിയുമുള്ള ഓരോ ചതുരക്കളത്തിനും 10 ഡിജിറ്റുള്ള ആൽഫ ന്യൂമറിക് കോഡും അടങ്ങുന്ന സംവിധാനം ഏതാണ്? ഡിജി പിന്നാണ്. ഇത്രയൊക്കെ വായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ PSC ആണ്. സ്റ്റേറ്റ്മെൻ്റായിട്ട് പലതും ചോദിക്കാം.
അടുത്ത 58ാമത്തെ ചോദ്യമാണ്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയത്. അപ്പോൾ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ആരാണ്? ഗുൽവീർ സിംഗ് ആണ്. ആരാണ്? ഗുൽവീർ സിംഗ് ആണ്. 59ാമത്തെ ചോദ്യം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കേരള ഘടകം ചെയർമാനായി നിയമിതനായത്. അതായത് നമ്മുടെ CIIയുടെ ആരാണ്? VKC റസാഖ് ആണ്. അപ്പോൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി കേരള ഘടകം ചെയർമാൻ ആരാണ്? VKC റസാഖ് ആണ്. അടുത്ത 60ാമത്തെ ചോദ്യം. വ്യോമസേനയ്ക്കായി ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ 5ാം തലമുറ ഇടത്തരം യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുവാൻ രാജ്യത്തെ സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്ക് അവസരമൊരുക്കുന്ന പുതിയ പദ്ധതി. അത് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയാണ്. ADA എന്ന് പറയും. അപ്പോൾ വ്യോമസേനയ്ക്കായിട്ട് ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ 5ാം തലമുറ ഇടത്തരം യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കാനായിട്ട് രാജ്യത്തെ സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്ക് അവസരമൊരുക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി, ADA എന്ന് പറയും. അടുത്ത 61ാമത്തെ ചോദ്യം. വ്യോമസേനയുടെ INSV തരിണി എന്ന പായ്വഞ്ചിയിൽ 8 മാസങ്ങൾ കൊണ്ട് 3 സമുദ്രങ്ങളും കടന്ന് ലോകം ചുറ്റി സഞ്ചരിച്ച ഇന്ത്യൻ വനിതാ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ലഫ്റ്റനന്റ് കമാൻഡർ രൂപയും ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയുമാണ്. അപ്പോൾ വ്യോമസേനയുടെ INSV തരിണി എന്ന പായ്വഞ്ചിയിൽ 8 മാസങ്ങൾ കൊണ്ട് 3 സമുദ്രങ്ങളും കടന്ന് ലോകം ചുറ്റി സഞ്ചരിച്ച ഇന്ത്യൻ വനിതാ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ലഫ്റ്റനന്റ് കമാൻഡർ രൂപയും ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയുമാണ്. അടുത്ത 62ാമത്തെ ചോദ്യം. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി. നമ്മുടെ വേദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ്? ബീഹാറാണ്. അപ്പോൾ 62ാമത്തെ ചോദ്യം എന്താണ്? 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ബീഹാറിലാണ് 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി. 63ാമത്തെ ചോദ്യം. ഏഷ്യൻ അണ്ടർ 80 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം. ഏഷ്യൻ അണ്ടർ 18 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ മലയാളി താരം ദേവക് ഭൂഷണാണ്. ആരാണ്? ദേവക് ഭൂഷണാണ്. 64ാമത്തെ ചോദ്യം. 2025 ഏഷ്യൻ അണ്ടർ 18 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2025 ഏഷ്യൻ അണ്ടർ 18 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ദമാം, സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ ദമാമിനാണ് 2025 ഏഷ്യൻ അണ്ടർ 18 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 65ാമത്തെ ചോദ്യം. 2024-25 ഐ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ. 2024-25 ഐ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ചർച്ചിൽ ബ്രദേഴ്സാണ്. 2024-25 ഐ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ചർച്ചിൽ ബ്രദേഴ്സാണ്. 66ാമത്തെ ചോദ്യം. പെറുവിലെ ലിമയിൽ നടന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? അപ്പോൾ പെറുവിലെ ലിമയിൽ നടന്ന ISSF ഷൂട്ടിംഗ് ലോക കപ്പിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാരാണ്? സിമ്രാൻ പ്രീത് കൗർ ബ്രാറാണ്. അപ്പോൾ സിമ്രാൻ പ്രീത് കൗർ ബ്രാറാണ് നമ്മുടെ വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. എവിടെയാണ്? പെറുവിലാണ് നടന്നത്. 67ാമത്തെ ചോദ്യം. പൂനെയിൽ നടന്ന ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. അപ്പോൾ പൂനെയിൽ നടന്ന ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? കൊനേരു ഹംപിയാണ്. അപ്പോൾ പൂനെയിൽ നടന്ന ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? കൊനേരു ഹംപിയാണ്. ഞാൻ നമ്മുടെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അത്രയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. 68ാമത്തെ ചോദ്യം. പെറുവിലെ ലിമയിൽ നടന്ന ISSF ഷൂട്ടിങ്ങിൽ ലോകകപ്പിൽ 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീമിനത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ സഖ്യം ആരൊക്കെയാണ്? രുദ്രാക്ഷ് പാട്ടീലും ആര്യ ബോഴ്സുമാണ്. അപ്പോൾ പെറുവിലെ ലിമയിൽ നടന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ നേരത്തെ നമ്മൾ എത്രയാണ് പറഞ്ഞത്?
നമ്മൾ നേരത്തെ 20 മീറ്റർ ആണെന്ന് പറഞ്ഞത്, 25 മീറ്റർ ആണ് പറഞ്ഞത്. ഇപ്പോൾ എത്രയാണ്? 10 മീറ്ററാണ്. 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സ്ഡ് ടീം ഇനത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ സഖ്യമാരൊക്കെയാണ്? രുദ്രാംശ് പാട്ടീലും ആര്യ ബോൾസുമാണ്. 69ാമത്തെ ചോദ്യം, സ്വായാത്ത് സംരംഭത്തിൻ്റെ പൂർണ്ണ രൂപം. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. സ്വായാത്ത് സംരംഭത്തിൻ്റെ SWAYATT. അപ്പോൾ ഈ സ്വായാത്ത് സംരംഭത്തിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? സ്റ്റാർട്ടപ്സ് വുമൺ ആൻഡ് യൂത്ത് അഡ്വാൻറ്റേജ് ത്രൂ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഈ ഒരു സ്വായാത്ത് എന്ന് പറയുന്ന ഒരു സംരംഭമാണ്. അതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? സ്റ്റാർട്ടപ്സ് വുമൺ ആൻഡ് യൂത്ത് അഡ്വാൻറ്റേജ് ത്രൂ ട്രാൻസാക്ഷൻസ്. അടുത്ത 70ാമത്തെ ചോദ്യമാണ്, പഞ്ച് മിഷൻ ഏത് ബഹിരാകാശ സംഘടനയുടെ സംരംഭമാണ്? പഞ്ച് മിഷൻ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഇസ്രോയായിട്ടൊക്കെ തോന്നും, പക്ഷേ എന്താണ്? പഞ്ച് മിഷൻ നമ്മുടെ നാസയുടെ ഒരു സംരംഭമാണ്. അപ്പോൾ പഞ്ച് മിഷൻ എന്ന് പറയുന്നത് ഏത് ബഹിരാകാശ സംഘടനയുടെ സംരംഭമാണ്? ഏത് ബഹിരാകാശ സംഘടനയുടെ സംരംഭമാണ്? നാസയുടെ സംരംഭമാണ് പഞ്ച് മിഷൻ എന്ന് പറയുന്നത്. അടുത്ത 71ാമത്തെ ചോദ്യമാണ്, 2025 സരസ് ആജീവിക മേള 2025 ആതിഥേയത്വം വഹിക്കുന്ന നഗരം. അപ്പോൾ 2025 സരസ് അജീവിക മേള അതിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? നോയിഡയാണ്. അപ്പോൾ സരസ് അജീവിക മേള 2025 ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? നോയിഡയാണ്. 72ാമത്തെ ചോദ്യമാണ്, ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെക്കുറിച്ചുള്ള വിവരം ലഭ്യമാക്കാൻ നാസ വിക്ഷേപിക്കുന്ന ദൗത്യം. അപ്പോൾ നമ്മുടെ ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെക്കുറിച്ച് വിവരം ലഭ്യമാക്കാൻ നാസ വിക്ഷേപിക്കുന്ന ദൗത്യം ഏതാണ്? ലൂണാർ ട്രയൽ ബ്ലേസറാണ്. അപ്പോൾ ഏതാണ്? ലൂണാർ ട്രയൽ ബ്ലേസറാണ് നമ്മുടെ ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെക്കുറിച്ച് വിവരം ലഭിക്കാനായിട്ട് നമ്മുടെ നാസ വിക്ഷേപിക്കുന്ന ദൗത്യം. ഏതാണ്? ലൂണാർ ട്രയൽ ബ്ലേസറാണ്. അടുത്ത 73ാമത്തെ ചോദ്യം, 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഒഡീസി ഡാൻസിൻ്റെ പിതാവ്. അപ്പോൾ ഒഡീസി ഡാൻസിൻ്റെ പിതാവ് അദ്ദേഹം അന്തരിച്ചു. പേരെന്താണ്? മയാധാർ റൗട്ടാണ്. അപ്പോൾ ഒഡീസി ഡാൻസിൻ്റെ പിതാവായിരുന്നു ആര്? മയാധാർ റൗട്ട്. എന്ത് ചെയ്തു? അദ്ദേഹം അന്തരിച്ചു പോയി. അപ്പോൾ മയാധാർ റൗട്ട് ആരാണ്? ഒഡീസി ഡാൻസിൻ്റെ പിതാവ്. ഒഡീസി ഡാൻസിൻ്റെ പിതാവ് ആരാണ്? മയാധാർ റൗട്ട്. 74ാമത്തെ ചോദ്യമാണ്, രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI ഏത് വർഷത്തോടെയാണ് കാർബൺ രഹിതമാകാൻ തീരുമാനിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI എന്ന് പറയുന്നത്. അപ്പോൾ SBI ഏത് വർഷത്തോടെയാണ് കാർബൺ രഹിതമാകാൻ തീരുമാനിച്ചിരിക്കുന്നത്? എപ്പോഴാണ്? 2055 കൂടി എന്ത് ചെയ്യുന്നു? നമ്മുടെ SBI കാർബൺ രഹിതം ആകാൻ പോകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ 2055 കൂടി എന്ത് ചെയ്യുന്നു? SBI കാർബൺ രഹിതം ആകുന്നു. അടുത്ത 75ാമത്തെ ചോദ്യം, 2025 തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട വിദേശ രാജ്യം. 2025 തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട വിദേശ രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസിലാണ് നമ്മുടെ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ചത്. അപ്പോൾ 2025 തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ച വിദേശ രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഏതാണ്? ഫിലിപ്പൈൻസിലാണ് നമ്മുടെ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ചത്. അടുത്ത 76ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ ധാതുലേല അതായത് മിനറൽ ഓപ്ഷൻ മാപ്പ് ഭൂപടത്തിൽ 2025 ഫെബ്രുവരിയിൽ ഇടം പിടിക്കാനൊരുങ്ങുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? നമ്മുടെ കേരളം, ജമ്മു കാശ്മീർ, ആസാം. അപ്പോൾ ഇന്ത്യയുടെ ധാതുലേല ഭൂപടത്തിൽ ഇടം പിടിക്കാനൊരുങ്ങുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ കേരളം, ജമ്മു കാശ്മീർ, ആസാം. അടുത്ത 77ാമത്തെ ചോദ്യമാണ്, വേദനയില്ലാതെ കുത്തിവയ്പ്പുകൾക്കായിട്ട് സൂചിരഹിത ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ചെടുത്തത് IIT ബോംബെയാണ്. അപ്പോൾ വേദനയില്ലാത്ത കുത്തിവയ്പ്പുകൾ എടുക്കുവാനായിട്ട് സൂചിരഹിത ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ചെടുത്തത് എവിടെയാണ്? IIT ബോംബെയാണ് നമ്മുടെ ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ സൂചിയില്ലാതെ ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ചെടുത്തത് എവിടെയാണ്? IIT ബോംബെയാണ്. 78ാമത്തെ ചോദ്യം, ഗുജറാത്തിലെ 34ാമത് ജില്ല ഏതാണ്? വാവ് തരാടാണ്. അപ്പോൾ ഗുജറാത്തിലെ 34ാമത്തെ ജില്ല ഏതാണ്ടാ? വാവ് തരാടാണ്. ഗുജറാത്തിലെ 34ാമത്തെ ജില്ല ഏതാണ്? വാവ് തരാടാണ്. 79ാമത്തെ ചോദ്യം, ആഭ്യന്തര വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻ. അപ്പോൾ ആഭ്യന്തര വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻ ഏതാണ്? നമ്മുടെ എയർ ഇന്ത്യയാണ്. ഏതാണ്? എയർ ഇന്ത്യയാണ്. അപ്പോൾ ആഭ്യന്തര വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്ന
ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻ ഏതാണ്? എയർ ഇന്ത്യയാണ്. 80-ാമത്തെ ചോദ്യം, ചന്ദൂബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം. ചന്ദൂബി ഫെസ്റ്റിവൽ എവിടെ ആഘോഷിക്കുന്നു? ആസാമിലാണ് ചന്ദൂബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. അപ്പോൾ ചന്ദൂബി ഫെസ്റ്റിവൽ എവിടെ ആഘോഷിക്കുന്നു? ആസാമിലാണ് ചന്ദൂബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. 81-ാമത്തെ ചോദ്യം, 2025 ഇന്ത്യ സന്ദർശിച്ച US-ന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? നമുക്കറിയാം, ജേക്ക് സള്ളിവനാണ്. അപ്പോൾ 2025 ജനുവരി മാസത്തിൽ ഇന്ത്യ സന്ദർശിച്ച US-ന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? ജേക്ക് സള്ളിവൻ. ആരാണ്? ജേക്ക് സള്ളിവൻ. 82-ാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ഏതാണ്? ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ആണ്. നമ്മൾ പറഞ്ഞു എവിടെയാണ്? ബംഗളൂരുവിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ 2025 ജനുവരിയിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ഏതാണ്ടാ? HMPV ആണ്. ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ആണ്. എവിടെയാണ്? ബംഗളൂരുവിലാണ് റിപ്പോർട്ട് ചെയ്തത്. 83-ാമത്തെ ചോദ്യം, എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ അക്രഡിറ്റേഷൻ ലെവൽ 5 ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പോൾ എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ അക്രഡിറ്റേഷൻ ലെവൽ 5 ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അടുത്ത 84-ാമത്തെ ചോദ്യമാണ്, ആദ്യമായിട്ട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ദ്വീപിലെ ഗോത്ര വിഭാഗം. അപ്പോൾ നമുക്കറിയാം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കുറേ ഗോത്ര വിഭാഗങ്ങളുണ്ട്. ജരാവ, സെൻറ്റിനൽസ്, അതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപഗോത്ര വിഭാഗം ഏതാണ്? അത് ജരാവയാണ്. അപ്പോൾ ആദ്യമായിട്ട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപിലെ ഗോത്ര വിഭാഗം ഏതാണ്? ജരാവയാണ്. ഏതാണ്? ജരാവയാണ്. 85-ാമത്തെ ചോദ്യം, ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. 86-ാമത്തെ ചോദ്യം, മഹാകുംഭമേളയുടെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രസാർ ഭാരതി ആരംഭിച്ച പ്രത്യേക FM റേഡിയോ ചാനൽ. അപ്പോൾ മഹാകുംഭമേളയുടെ ആ ഒരു വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പ്രസാർ ഭാരതി ആരംഭിച്ച പ്രത്യേക FM റേഡിയോ ചാനൽ ഏതാണ്? കുംഭവാണിയാണ്. ഏതാണ്? കുംഭവാണിയാണ് FM ചാനൽ. അപ്പോൾ മഹാകുംഭമേളയുടെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പ്രസാർ ഭാരതി ആരംഭിച്ച പ്രത്യേക FM റേഡിയോ ചാനൽ ഏതാണ്? കുംഭവാണി. അടുത്ത 87-ാമത്തെ ചോദ്യം, പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? MK സുരേഷാണ്. അപ്പോൾ പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരത്തിന് അർഹനായതാരാണ്? MK സുരേഷാണ്. 88-ാമത്തെ ചോദ്യം, ആഗോള ടൂറിസം പ്രതിരോധ ദിനമായി ആചരിക്കുന്നത്. ആഗോള ടൂറിസം പ്രതിരോധ ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ്? ഫെബ്രുവരി 17 അപ്പോൾ ആഗോള ടൂറിസം പ്രതിരോധ ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ്? ഫെബ്രുവരി 17 89-ാമത്തെ ചോദ്യം, ഗ്രേവ് ഹോക്ക് ഹൈബ്രിഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? ഗ്രേവ് ഹോക്ക് ഹൈബ്രിഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? ഏത് രാജ്യമാണ്? UK ആണ് അത് വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഗ്രേവ് ഹോക്ക് ഹൈബ്രിഡ് മിസൈൽ സിസ്റ്റം ഏത് രാജ്യം വികസിപ്പിച്ചെടുത്തു? UK വികസിപ്പിച്ച് എടുത്തു. അടുത്ത 90-ാമത്തെ ചോദ്യമാണ്, 2024 ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2024 ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? മനു ഭാക്കറിനാണ്. അപ്പോൾ 2024 ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് കിട്ടി? മനു ഭാക്കറിന് കിട്ടി. 91-ാമത്തെ ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിൻ്റെ 8ാമത് പതിപ്പ് നടന്നത്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിൻ്റെ IOCയുടെ 8ാമത് പതിപ്പ് നടന്ന എവിടെയാണ്ടാ? ഒമാനിലെ മസ്കറ്റിലാണ്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിൻ്റെ 8ാമത് പതിപ്പ് എവിടെ നടന്നു? മസ്കറ്റിൽ നടന്നു. ഒമാനിലെ മസ്കറ്റിൽ നടന്നു. 92-ാമത്തെ ചോദ്യം, സ്കൂളുകളിൽ അക്കാദമിക് മികവും ഗുണനിലവാരവും ഉയർത്താൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. ഇപ്പോൾ സ്കൂളുകളിലെ അക്കാദമിക് മികവും ഗുണനിലവാരവും ഉയർത്താൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്?
സമഗ്ര ഗുണമേന്മ പദ്ധതിയാണ്. സ്കൂളുകളിൽ അക്കാദമിക് മികവും ഗുണനിലവാരവും ഉയർത്താൻ അതിനു വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? സമഗ്ര ഗുണമേന്മ പദ്ധതിയാണ്. 93-ാമത്തെ ചോദ്യം, കേരള വിനോദസഞ്ചാര മേഖലയിലെ ആദ്യ സോളാർ വള്ളം. നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ കേരള വിനോദസഞ്ചാര മേഖലയിലെ ആദ്യ സോളാർ വള്ളം ഏതാണ്? കതിരവനാണ്. ആരാണ്? കതിരവനാണ് നമ്മുടെ കേരള വിനോദസഞ്ചാര മേഖലയിലെ ആദ്യ സോളാർ വള്ളം. അവൻ്റെ പേരെന്താണ്? കതിരവനാണ്. 94-ാമത്തെ ചോദ്യം, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായിട്ട് നിർമ്മിച്ച അന്തർവാഹിനി. ഒരു റൗണ്ട്, ആ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി എന്താണ്? ഒരു റൗണ്ടാണ്, ഒരു ബോൾ പോലെ ഇരിക്കുന്നതാണ്. എന്താണ്? മത്സ്യ 6000. അപ്പോൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായിട്ട് നിർമ്മിച്ച അന്തർവാഹിനി ഏതാണ്? മത്സ്യ 6000. മത്സ്യ 6000. അടുത്ത 95-ാമത്തെ ചോദ്യം, മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം. അപ്പോൾ മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാരാണ്? സുരുചി സിംഗ് ആണ്. അപ്പോൾ മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാരാണ്? സുരുചി സിംഗ് ആണ്. ആരാണ്? സുരുചി സിംഗ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാരാണ്? സുരുചി സിംഗ് ആണ്. അടുത്ത 96-ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ 1000 ബൗണ്ടറികൾ നേടുന്ന ആദ്യ ബാറ്റ്സ്മാൻ. അപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് നമ്മുടെ IPL ചരിത്രത്തിൽ 1000 ബൗണ്ടറികൾ നേടുന്ന ആദ്യ ബാറ്റ്സ്മാൻ ആരാണ്? നമ്മുടെ വിരാട് കോഹ്ലിയാണ്. അപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ചരിത്രത്തിൽ 1000 ബൗണ്ടറികൾ നേടുന്ന ആദ്യ ബാറ്റ്സ്മാൻ ആരാണ്ടാ? നമ്മുടെ വിരാട് കോഹ്ലിയാണ്. 97-ാമത്തെ ചോദ്യം, ATP മാസ്റ്റേഴ്സ് 1000 ലെവൽ മത്സരം അല്ലെങ്കിൽ 1000 ലെവൽ മത്സരം ജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് താരം. ATP മാസ്റ്റേഴ്സ് 1000 ലെവൽ മത്സരം ജയിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് താരമാരാണ്? നമ്മുടെ രോഹൻ ബൊപ്പണ്ണയാണ്. ആരാണ്? രോഹൻ ബൊപ്പണ്ണയാണ്. 98-ാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ ആരാണ്? നമുക്കറിയാം, MS ധോണിയാണ്. മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ. അപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ ആരാണ്? MS ധോണിയാണ്. 99-ാമത്തെ ചോദ്യം, 2025-ലെ പാരീസ് ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം കിരീട ജേതാവ്. 2025-ലെ പാരീസ് ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം കിരീട ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. അപ്പോൾ 2025-ലെ പാരീസ് ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം കിരീട ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ്, 100-ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. 2028-ലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ഗെയിംസിൽ ഉൾപ്പെടുത്തുന്ന 5 പുതിയ കായിക ഇനങ്ങൾ. അപ്പോൾ 2028-ലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുന്ന 5 പുതിയ കായിക ഇനങ്ങൾ ഏതൊക്കെയാണ്? ക്രിക്കറ്റ്, ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ, ഫ്ലാഗ് ഫുട്ബോൾ, ലാക്രോസ്, സ്ക്വാഷ്. അപ്പോൾ 2028-ലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക് ഗെയിംസിൽ ഉൾപ്പെടുത്തുന്ന 5 പുതിയ കായിക ഇനങ്ങൾ ഏതൊക്കെയാണ്? ക്രിക്കറ്റ്, ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ, ഫ്ലാഗ് ഫുട്ബോൾ, പിന്നെന്താണ്? ലാക്രോസ്, സ്ക്വാഷ്. അപ്പോൾ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നേ വരെ നോക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം കിട്ടാവുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കറക്റ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.